ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ചാണ് റീഡിങ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ഇത് സിംഗിൾസ് ആൻഡ് കപ്പിൾസ് രണ്ടാൾക്കുമാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, പക്ഷേ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, സെപ്പറേഷൻ ഉണ്ട്, അതല്ല വെച്ചാൽ നിങ്ങൾ ഈ സമയത്ത് ഈ പേഴ്സൻ്റെ മനസ്സിലെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അങ്ങനത്തെ സിറ്റുവേഷനിലാണ് വെച്ചാലും നിങ്ങൾക്ക് ഇത് കാണാം. അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ ആരുമില്ല, ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി സിംഗിളാണ് വെച്ചാൽ അതും അപ്പോഴും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാം. ഓക്കെ, അപ്പം ഞാനിത് ടൈം സ്റ്റാമ്പ് ചെയ്ത് വെക്കും. നിങ്ങൾ സിംഗിളാണ് വെച്ചാൽ സിംഗിൾസിൻ്റെ റീഡിങ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് ഇല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെച്ചാലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ റീഡിങ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങളുടെ ലവ് ലൈഫിൽ ഇപ്പോൾ എന്താ ഉണ്ടാവാൻ പോണത് നമ്മൾക്ക് അത് നോക്കാം. അപ്പോൾ ഇത് സിംഗിൾസിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ റീഡിങ് ചെയ്യാൻ പോണത്. ഞാൻ പറഞ്ഞ മാതിരി നെക്സ്റ്റ് റീഡിങ് ഞാൻ ചെയ്യണത് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അത് ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണച്ചാൽ ഈ വീഡിയോ കംപ്ലീറ്റ്ലി നോക്കാം, ഇല്ലച്ചാൽ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ് ചെക്ക് ചെയ്തിട്ട് മറ്റേ ഭാഗത്തിൽ ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് സിംഗിൾസിന് വേണ്ടിയിട്ട് മെസ്സേജ് ഇവിടെ പറയണത്, നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച് എന്താണ് സിംഗിൾസിൻ്റെ മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഇപ്പോൾ 7 of Swords ആണ് കാണുന്നത്. അപ്പോൾ ഈ എനർജി ഒരു സെൽഫ് സാബോട്ടാജിൻ്റെ എനർജിയാണ്. ഓക്കെ, 7 of Swords ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, പക്ഷേ എവിടെയോ നിങ്ങളുടെ ഉള്ളിലത്തെ ഫിയറിൻ്റെ കാരണം അതല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ചിലതൊക്കെ സെൽഫ് സാബോട്ടാജിങ് ബിഹേവിയറിനെ അതിൻ്റെ കാരണം റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഈ 7 of Swords എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. 8 of Cups. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഏതും റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നില്ല. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാലും അതിലെന്തെങ്കിലും ഒരു ബ്ലോക്സ് വരും, തടസ്സം വരും. ആൻഡ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു എൻഡിങ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ ചില ഇൻറ്റർണൽ ബ്ലോക്സ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോൾ നമ്മൾക്ക് ഇത് നോക്കാം, ക്ലാരിഫൈ ചെയ്യാം. 8 of Cups. അപ്പോൾ 7 of Pentacles. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ അറിയില്ല, ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക, നിങ്ങൾ ഹോപ്പ് ചെയ്തിരുന്നു അത് നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് വരും, ഒരു സ്റ്റെബിലിറ്റി വരും. അപ്പോൾ ഞാൻ കാണുന്നത് കറൻ്റ്ലി നിങ്ങൾ അങ്ങനെ ആ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്താ ഉണ്ടാവാൻ പോണേ, നിങ്ങളുടെ നെക്സ്റ്റ് പാർട്ട്ണർ വരാൻ പോണ ഫ്യൂച്ചർ പാർട്ട്ണറിനെ കുറിച്ച് എന്താണ് നമ്മൾക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ, ഇൻഫാക്റ്റ് അത്ര സമയം എടുക്കില്ല, ഈ മാസം ഇല്ല വെച്ചാൽ അടുത്ത മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു എക്ലിപ്സ് സീസണിലാണ്. ഓക്കെ, ഈ സെപ്റ്റംബർ മാസം മൊത്തം ഒരു എക്ലിപ്സ് സീസണാണ്. എന്ന് വെച്ചാൽ ലൂണാർ എക്ലിപ്സ് ഓൾറെഡി കഴിഞ്ഞു, വരാൻ പോകുന്നത് ഇപ്പോൾ സോലാർ എക്ലിപ്സ് ആണ്. അപ്പോൾ ഈ എക്ലിപ്സസൊക്കെ ഈ സ്റ്റാഗ്നൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ സഡൻലി അതിൽ ഒരു എനർജി കൊണ്ടുവരും. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഏകദേശം ഞാൻ കാണുന്നത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുക. ഇല്ല വെച്ചാൽ സെപ്റ്റംബർ 21 കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതുണ്ടാവുക. എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു സ്റ്റാഗ്നൻ്റ് സിറ്റുവേഷന് പുറത്ത് വരണ എനർജി മാതിരി ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവും ആ സമയത്ത്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കും. ഇല്ല വെച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പേഴ്സണെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും ഓൺലൈൻ. അങ്ങനെ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ Ace of Swords എന്താണ് ഇവിടെ? അപ്പോൾ Queen of Cups ഉണ്ട് ഇവിടെ. വരാൻ പോണ പേഴ്സൺ മേ ബി ഒരു വാട്ടർ സൈൻ ആയിരിക്കാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആവാം. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ എനർജി ആവാം. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ നിങ്ങളാണ് വെച്ചാൽ ഞാനിവിടെ കാണുന്നത് ഒരു ബ്രേക്ക് ത്രൂ ആണ്, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇത് ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. 6 of Swords നിങ്ങളുടെ ലൈഫിൽ ഫൈനലി നിങ്ങൾ
ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരാൻ പോണ ഫ്യൂച്ചറിൽ ഞാൻ സ്റ്റെബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യണ ടൈപ്പ് പേഴ്സൺ ആവാം, അവർക്ക് ട്രാവൽ ഇഷ്ടപ്പെട്ട പേഴ്സൺ ആവാം. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ വരാൻ പോണ പേഴ്സൺ മേ ബി പുറമേ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആയിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ പേഴ്സണെ കുറിച്ച് നമ്മൾക്ക് അറിയാൻ പറ്റുക, എന്താണ് ഈ പേഴ്സണിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ കാണുന്നത് 4 of Swords ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിലും ഞാൻ കാണുന്നത് ഒരു ഹീലിംഗ് എനർജിയാണ്. അവരുടെ ലൈഫിലും എന്തോ കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ഹീലിംഗ് ഫേസിലാണ് ഇപ്പോൾ. പേഷ്യൻറ്റ് വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിലും ഞാൻ കാണുന്നത് അവരൊരു ബ്രേക്കിലാണ്. അപ്പോൾ മേ ബി അവരുടെ റിലേഷൻഷിപ്പിൽ അവരുടെ പാസ്റ്റിലും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് നോക്കണത്. ഒരു പുതിയ സ്റ്റാർട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്നാണ് അവർ ഹോപ്പ് ചെയ്യണത്. ആ സമയത്തായിരിക്കും അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇത് നിങ്ങളെ ഏതോ ഒരു അറിയണ പേഴ്സണും ആവാം. ഓക്കെ, നിങ്ങൾ രണ്ടാളും കുറേ സമയം വരെ ടച്ചിലായിരുന്നില്ല, ഇപ്പോൾ സഡൻലി നിങ്ങൾ ആദ്യം റീകണക്ട് ചെയ്യണു എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലവർ തന്നെ ആവണം എന്നില്ല. പക്ഷേ ഇതൊരു പാസ്റ്റ് ഫ്രണ്ട് ആവാം. നിങ്ങൾ മുമ്പേ ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ എങ്ങനെയോ ടച്ച് ഇല്ലാണ്ട് ആയി, പിന്നെ ഇപ്പോൾ ഞാൻ കാണുന്നത് ആദ്യം നിങ്ങൾ റീകണക്ട് ചെയ്യണു, അങ്ങനെയും ആവാം. ഈ പേഴ്സൺ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീൻ്റെ ഇവിടെ കുറേ സ്റ്റേബിൾ പേഴ്സണാണ്, കുറേ ഗ്രൗണ്ടഡ് എനർജിയാണ് കാണുന്നത്. കരിയറിൽ നല്ല പോലെ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സണാണ്. അപ്പോൾ ജോലിയുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, കരിയർ ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സണാണ്. ലൈഫിലും റിലേഷൻഷിപ്സിലും അവർ സീരിയസ് ആണ്. എന്ന് വെച്ചാൽ അവർ ഒരു ടൈം പാസ് ഇല്ല വെച്ചാൽ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല നോക്കണത്, അവരിപ്പോൾ സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പോണത്? അപ്പോൾ 9 of Wands ഉണ്ട്. നിങ്ങൾ രണ്ടാളും കണക്ട് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ കുറച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. മേ ബി വർക്കിൻ്റെ ത്രൂ ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനീഷ്യലി നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ അറിയില്ല ഈ പേഴ്സൺ ആരാണ്, എങ്ങനെയാണ് ഒന്നും അറിയാത്തതുകൊണ്ട്. നിങ്ങൾ രണ്ടാളുടെയും പാസ്റ്റിലൊരു ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ആദ്യം തുടക്കത്തിലൊരു ഹെസിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും എഫേർട്ട് കണ്ടിന്യൂ ചെയ്താൽ, എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിനെ ഇമ്പ്രൂവ് ചെയ്താൽ ഇവിടെ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തുടക്കത്തിൽ കുറച്ചൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേ ആയിരിക്കുള്ളൂ. 3 of Swords ഉണ്ട് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ ഇവിടെ ഹാർട്ട് ബ്രേക്കിന് നിങ്ങൾ രണ്ടാളും ഹീലാണ് ചെയ്യണത്. ഇവിടെ 4 of Pentacles ആദ്യം ഞാൻ പറഞ്ഞ മാതിരി അത്ര റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് കാണില്ല. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളും ഷുവർ അല്ല എന്താ ഈ സിറ്റുവേഷനിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇത് സ്ലോലി ആണ് മുമ്പോട്ട് പോവുക ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, ഉടനെ ചിലപ്പോൾ പ്രോഗ്രസ് കാണില്ല. പക്ഷേ ഇത് മെല്ലെയാണ് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഗ്രോ ആവാൻ പോണത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഫ്യൂച്ചറിൽ 5 of Cups ആണ് ഞാൻ കാണുന്നത്. ഫ്യൂച്ചറിൽ ഒരു ലോസിൻ്റെ എനർജി കാണാണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 6 of Cups ഉണ്ട് ഇവിടെ. അപ്പോൾ എവിടെയോ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളും മുമ്പേയും കണക്ട് ചെയ്തിരിക്കണു. അപ്പോൾ ഇതൊരു അറിയണ പേഴ്സൺ തന്നെയാണ്. ഇവിടെ ലോസിൻ്റെ എനർജി എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ട്. അത് ഈ പേഴ്സൺ മുമ്പേയും എൻ്റെ ലൈഫിലുണ്ടായി. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ കണ്ടില്ല, ആ റിഗ്രറ്റ് ഇവിടെ ഞാൻ രണ്ടാളുടെ ഭാഗത്തിലും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാനൊരു റീകണക്ഷനാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇവിടെ ഒരു പാസ്റ്റ് റീകണക്ഷൻ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഫ്യൂച്ചറിലൊരു റിലേഷൻഷിപ്പും ഉണ്ട്, ഒരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഏതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആദ്യം തിരിച്ചു വരണ എനർജിയാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ഞാനൊരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, ഒരു മാരേജ് കാണുന്നുണ്ട്, ഫാമിലീസ് ഇൻവോൾവ് ആവണ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എന്തായിരിക്കും? ഔട്ട്കമിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ തുടക്കം ഇപ്പോഴായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞ മാതിരി റീകണക്ഷൻ ഇപ്പോൾ ആയിരിക്കും.
ആദ്യം കുറച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ ഇതൊരു നല്ല പോലെ ഡെവലപ്പ് ആവണ ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാൾക്കും. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്? സക്സസ്. ഓക്കെ, അപ്പോൾ ഇതൊരു പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സിംഗിൾസിന് വേണ്ടിയിട്ട് റീഡിങ്. ഇപ്പോൾ നമ്മൾക്ക് കപ്പിൾസിൻ്റെ റീഡിങ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്. അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നമ്മൾക്ക് നോക്കാം എന്താണ് മെസ്സേജസ്. നിങ്ങളുടെ ഓവറോൾ എനർജി ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സും കിങ് ഓഫ് സോഡ്സും ഒരു ഡിവൈൻ പെയറാണ്, ഡിവൈൻ മാച്ചാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ കാണുന്നത് ഈ നിങ്ങൾ മീറ്റ് ചെയ്തത് തന്നെ ഒരു കോയിൻസിഡൻസ് അല്ല. ഓക്കെ, ഇതൊരു ഡെസ്റ്റിൻഡ് മാച്ചാണ് ഞാൻ കാണുന്നത്. കുറേ പ്രാക്ടിക്കൽ എനർജീസാണ് കാണുന്നത്. നിങ്ങൾ കുറേ കമ്പാറ്റബിളാണ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാൾക്കും കുറേ കമ്പാറ്റബിലിറ്റി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. കറൻറ്റ് സിറ്റുവേഷനിൽ മെജിഷ്യനാണ് കാണുന്നത് ഞാൻ. അപ്പോൾ മെജിഷ്യൻ ഇവിടെ നിങ്ങൾ രണ്ടാളും മാനിഫെസ്റ്റാണ് ചെയ്യണത് ഈ റിലേഷൻഷിപ്പിനെ. 5 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ ഇഷ്യൂ എന്താ വെച്ചാൽ മേ ബി വേറെ ആൾക്കാർ ഇതിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി. അപ്പോൾ നിങ്ങൾ രണ്ടാളും അത് ഒരു പുതിയ ബിഗിനിങ് മാനിഫെസ്റ്റ് ചെയ്യണു. 3 ഓഫ് വാൻഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളും വെയിറ്റ് ആണ് ചെയ്യണത് ഈ സമയത്ത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ തൽക്കാലം ഒരു മൂവ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഇത് ശരിയാവും. നിങ്ങൾ രണ്ടാളും പോസിറ്റീവാണ് ഇവിടെ. അത് ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾ രണ്ടാൾക്കും ഒരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സിറ്റുവേഷനിൽ ചാലഞ്ച് ബ്ലോക്ക് ഉള്ളത്? ഇവിടെ ബ്ലോക്ക് ഉള്ളത് 3 ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലോക്ക് എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഹാർട്ട് ബ്രേക്ക് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആരാണ്? ഈ തേർഡ് പാർട്ടി ഇവിടെ പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ടെമ്പററി സിറ്റുവേഷനാണ്. ഓക്കെ, ഇതൊരു എഫെയർ ആയിട്ടായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ വന്നേ. അതല്ലച്ചൊരു കാഷ്വൽ ആയിട്ട് റിലേഷൻഷിപ്പാണ് ഇത് കാണുന്നത്. അപ്പോൾ ഒരു അഫെയർ തന്നെ ആവണം എന്നില്ല. മേ ബി ഒരു തേർഡ് പാർട്ടി, ഒരു ഇമ്മച്യൂർ തേർഡ് പാർട്ടിയാണ് കാണുന്നത് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഫ്രണ്ട് ലെവലിൽ ഒരു പേഴ്സൺ ആയിരിക്കാം, ഇല്ലച്ച ഒരു ചെറിയ കുട്ടിയുടെ എനർജിയും ആവാം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നത്. 7 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാലഞ്ച് ഈ റിലേഷൻഷിപ്പുണ്ട്. കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. മേ ബി നിങ്ങൾ അസ്യൂം ചെയ്തു അത് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. മേ ബി അവർക്ക് അങ്ങനെ തോന്നി ഇതിലൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന്. അതുകൊണ്ടുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ആവാം. അപ്പോൾ എന്താണ് ഇവിടെ ഫ്യൂച്ചർ? നിങ്ങൾ രണ്ടാളുടെയും ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണണം വെച്ചാൽ രണ്ട് ഭാഗത്തിനും ഈക്വൽ എഫേർട്ട് വേണം. അപ്പോഴാണ് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം എടുക്കും. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ആദ്യം ടോറസ് എനർജി കാണാണ്ട്. 2 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാൾക്കും ഒരു ചോയ്സ് ഉണ്ട്. യൂണിവേഴ്സ് പറയുന്നത് ഈ സിറ്റുവേഷനിൽ ഒരു ക്ലിയർ ഔട്ട്കം ഇതുവരെ ഇല്ല. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ എങ്ങനെയും വേണിച്ചാൽ പോവാം. അത് നിങ്ങൾ രണ്ടാളുടെ മുകളിലാണ് ഇത് ഡിപ്പെൻഡൻറ്റ്. അത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണിച്ചാൽ ഈ സിറ്റുവേഷനെ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, പക്ഷേ അത് രണ്ട് ഭാഗത്തിനും ഈക്വൽ എഫേർട്ട് വേണം. അപ്പോഴാണ് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഈ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി എന്തോ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ പാസ്റ്റിനെ വിട്ടിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകാനിലേക്ക് സമയമായിരിക്കണു. അപ്പോൾ പാസ്റ്റിനെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്തിട്ട് ഈ പേഴ്സൻ്റെ കൂടെ റീകണക്ട് ചെയ്യാം. അതല്ല വെച്ചാൽ ഈ പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം, അതെനിക്കിപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകേണ്ടതെന്ന്. അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ അത് നിങ്ങളുടെ തീരുമാനമായിരിക്കും.
പക്ഷേ രണ്ടും ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. കിങ് ഓഫ് കപ്സ് ഇവിടെ ഒരു പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജി ആവാം, അതല്ല വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൻ്റെ എനർജി ആവാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫ്രണ്ട് ആവാം, ഫാമിലി മെമ്പർ ആവാം. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. 9 ഓഫ് സോഡ്സ് കുറേ ടെൻഷനും ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താണ്? ഔട്ട്കം ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിൽ ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. നിങ്ങളൊരു റൊമാൻറ്റിക് മെസ്സേജിൽ വെച്ചാൽ ഒരു നല്ല മെസ്സേജ് അയച്ചാൽ അവർ ചിലപ്പോൾ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യും. അതല്ല വെച്ചാൽ അവരായിരിക്കും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ടാവുക. ഇവിടെ ഹൈറോഫാണ്ട് ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ കപ്പിളുടെ എനർജി കാണാണ്ട്, ഒരു ട്രഡീഷൻ്റെ എനർജി കാണാണ്ട്, മാരേജിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരീഡ് ആയിരിക്കും, മാരീഡായിട്ട് സെപ്പറേറ്റ് ആവണ എനർജിയും ആവാം ഇത്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ചാൻസസ് രണ്ട് ഭാഗത്തിലുമുണ്ട്. പറഞ്ഞാൽ ഇത് ഒരു പെർമനൻറ്റ് എൻഡുമാവാം, അതല്ല വെച്ചാൽ ഒരു പെർമനൻറ്റ് റീകൺസിലിയേഷനും ആവാം. പക്ഷേ ആ തീരുമാനം നിങ്ങൾ രണ്ടാൾക്കുമാണ് ഒരുമിച്ച് എടുക്കേണ്ടത്. 2 ഓഫ് വോൺസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മാതിരി ചോയ്സ് ഉണ്ട് നിങ്ങൾ രണ്ടാൾക്കും. ഓക്കെ, രണ്ട് ഓപ്ഷൻസും ഓപ്പൺ ആണ്, അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്, ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? മെസ്സേജ് ഇവിടെ ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി രണ്ട് ഓപ്ഷൻസും ഓപ്പൺ ആണ്. ചിലവർക്ക് മേ ബി റിലേഷൻഷിപ്പിൽ റീകൺസൈൽ ചെയ്യണം എന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് റീകൺസിലിയേഷൻ വേണം എന്നുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ആ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കമൻസിൽ എഴുതി പറയുക ഏത് ചോയ്സാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമെന്ന്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.